ജനാധിപത്യം നിലനിൽക്കുന്നത് 4 തൂണുകളിലാണെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ 4ാമത്തെ തൂണ് മാധ്യമങ്ങളാണ്, ഫോർത്ത് എസ്റ്റേറ്റ്. ആ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന ആ 4ാം തൂണ് തന്നെ ജനാധിപത്യത്തെ തകർക്കുന്ന നടപടികളിലേക്ക് പോയാലോ? അങ്ങനെ ഒരു വിവരമാണ് ജമ്മു കാശ്മീരിൽ നിന്നും വരുന്നത്. നമുക്കറിയാം, ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹരിയാനയിലെ ഫരീദാബാദിലും ജമ്മു കാശ്മീരിലും യു പിയിലും ഒക്കെ വലിയ രീതിയിൽ പരിശോധനകളും റെയ്ഡുകളും നടന്നു വരികയാണ്. ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ, NIA ഉൾപ്പെടെയുള്ള അന്വേഷണ വിഭാഗങ്ങൾ ഒക്കെ വിവിധ പരിശോധനകളും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതിൽ നിന്നും നിരവധി വിവരങ്ങൾ ഈ റെയ്ഡുകളിലൂടെ അവർക്ക് ലഭിക്കുന്നു. ഇപ്പോഴിതാ ജമ്മു കാശ്മീരിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ ഒരു പത്രത്തിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് ജമ്മു കാശ്മീർ പോലീസിന് ലഭിച്ചത് AK-47 തോക്കുകളാണ്. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. ജനാധിപത്യത്തിൻ്റെ നെടും തൂണായ മാധ്യമങ്ങൾ തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നില്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ജമ്മു കാശ്മീർ ടൈംസിൻ്റെ ഓഫീസിൽ നിന്നാണ്, ഒരു പ്രാദേശിക പത്രമാണ് എങ്കിലും കാശ്മീർ ടൈംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പത്രമാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്ന, കാശ്മീരിൽ നിന്ന് ഇറങ്ങുന്ന, പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമാണ്. അതിൻ്റെ ഓഫീസ് ജമ്മു കാശ്മീർ പോലീസ് തന്നെ റെയ്ഡ് ചെയ്തപ്പോഴാണ് അവിടെ നിന്ന് AK-47 തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തത്. രാജ്യവിരുദ്ധ പ്രവർത്തികളെ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും 2019 370 വകുപ്പ് എടുത്തു കളയുകയും തുടർന്ന് അവിടെ നിയന്ത്രണങ്ങൾ, സൈന്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു ഇന്ത്യ ഗവൺമെൻറ്. അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ പോയ ആളാണ് അനുരാധ ഭാസിൻ. അവർ എഡിറ്ററായിരിക്കുന്ന പത്രത്തിൻ്റെ ഓഫീസിൽ നിന്നാണ് AK-47 പിടിച്ചെടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്തായാലും ഇതിനെതിരെ പതിവ് പോലെ കാശ്മീരിലെ ഉപമുഖ്യമന്ത്രി സുരീന്ദർ സിംഗ് ചൗധരി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തലാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെ അംഗീകരിക്കാനാകില്ലെന്നും ചൗധരി പറയുന്നു. ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നടന്ന സ്ഫോടനമോ അതുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ പിടിയിലായിരിക്കുന്ന കാശ്മീരി ഡോക്ടർമാരെ കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയാനില്ല. പകരം അദ്ദേഹം ഇത് ഒരു രാഷ്ട്രീയ കളിയാണ്, ഈ മാധ്യമത്തിൻ്റെ വായടപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന വാദവുമായിട്ടാണ് സുരീന്ദർ സിംഗ് ചൗധരി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന മറ്റ് ചില വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന്, അൽ ഫലാഹ് സർവകലാശാല 2014 ഫരീദാബാദിൽ ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ അൽ ഫലാഹ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. ആ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ഒരു വ്യക്തി ഇന്ന് കൊടും ഭീകരനായി മാറി പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒളിവിൽ കഴിയുകയാണ് എന്നുള്ള വാർത്തയാണ് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് 2007 ഖൊരഗ്പൂർ സ്ഫോടനം, അതുപോലെ 2008 അഹമ്മദാബാദ്, ജയ്പൂർ സ്ഫോടനങ്ങൾ, ഇതിലൊക്കെ പ്രതിയായിരിക്കുന്ന ഇന്ത്യൻ മുജാഹിദീൻ്റെ ഭീകരൻ മിർസ ഷദബ് ബെയ്ഗ്. ഈ മിർസ ഷദബ് ബെയ്ഗ് ഈ അൽ ഫലാഹ് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ 9ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തിയ ആളാണ് എന്ന റിപ്പോർട്ടുണ്ട്. പിന്നീട് ഇയാൾ എങ്ങനെയൊക്കെയോ കടന്നുകൂടി 10ാം ക്ലാസ്സും +2ഉം ഒക്കെ പാസ്സായി ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടി. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി പുറത്തു വന്ന ആളാണ് ബെയ്ഗ് എന്ന് പറയുന്നു. എന്തായാലും ഉത്തർപ്രദേശിലെ അസംഗഡ് സ്വദേശിയാണ്. ഈ 2007 ഇയാൾ അൽ ഫലാഹ് കോളേജിൽ നിന്ന് BTech പൂർത്തിയാക്കിയത്. അതേ വർഷം തന്നെ ഖൊരഗ്പൂരിൽ സ്ഫോടനം നടത്തി 15 പേരുടെ ജീവനെടുത്തു. തുടർന്ന് അഹമ്മദാബാദിലും ജയ്പൂരിലും സ്ഫോടനങ്ങൾ നടന്നു. നിരവധി ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. എന്തായാലും ഈ അന്വേഷണം മുറുകിയപ്പോൾ 2008 ഒന്ന് ആലോചിക്കണം, അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ അന്വേഷണം മുറുകിയപ്പോൾ 2008 ഇയാൾ രാജ്യം വിട്ടു. ഇയാൾ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒളിവിൽ കഴിയുന്നു എന്നാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒളിവിലിരുന്നു കൊണ്ട് ഇയാൾ ഈ കൃത്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്യുന്നു, പലരെയും ഉപയോഗിച്ച് നടപ്പാക്കുന്നു എന്നാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, മുമ്പും ഭാരത് ലൈവിൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ISൻ്റെ മോഡ്യൂൾ, അതായത് ഖുറേഷ്യ പ്രൊവിൻസ് എന്ന് പറയുന്ന ISKP, അതിൻ്റെ മോഡ്യൂൾ പാകിസ്ഥാൻ
അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഈ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും ഒക്കെയായിട്ട് ബന്ധമുണ്ട്. അവരാണ് ഈ സ്ഫോടനത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ഡൽഹിയിൽ പൊട്ടിത്തെറിപ്പിച്ചത്. അവർക്കതിൽ വലിയ പങ്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള അഹമ്മദ് മുഹിയുദ്ദീൻ സയ്യിദ് എന്ന ഡോക്ടറാണ് മാരകമായ വിഷവുമായിട്ട് അഹമ്മദാബാദിൽ പിടിയിലായത്, ഗുജറാത്തിൽ പിടിയിലായത്. ഗുജറാത്ത് ATS ഹൈദരാബാദ് സ്വദേശിയായ ഈ ഡോക്ടറെ, ചൈനയിൽ MBBS പഠനം പൂർത്തിയാക്കിയ ഈ ഡോക്ടറെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ കൈവശം റെയ്സിൻ എന്ന് പറയുന്ന അതിമാരകമായ വിഷം, അനേകം മനുഷ്യരെ കൊല്ലാനുള്ള വിഷം ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. അത് ഇയാൾ ഉണ്ടാക്കി എടുത്തിരുന്നു, നിർമ്മിച്ചിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഈ ബെയ്ഗ് പെട്ടിരിക്കുന്നു. ബെയ്ഗ് അവിടെ ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ ഉപയോഗിച്ച് ഇവിടെ സ്ഫോടനങ്ങളും മറ്റ് കുഴപ്പങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി വരികയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അറസ്റ്റിലായ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ, അതുപോലെ ഡൽഹിയിൽ പൊട്ടിത്തെറിച്ച ഡോക്ടർ ഉമർ നബി, ഈ രണ്ടുപേരുമായിട്ട് ഈ ബെയ്ഗിന് ബന്ധമുണ്ട്. ഇവരുമായിട്ട് സ്ഥിരമായിട്ട് ബെയ്ഗ് ആശയവിനിമയം നടത്തിയിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ NIA കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഈ സർവകലാശാലയിലെ അധ്യാപകരാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല, ഈ സർവകലാശാല പ്രവർത്തിക്കുന്നത് ഒരു ട്രസ്റ്റിന് കീഴിലാണ്. ആ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ആളിനെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഈ അൽ-ഫലാഹ് ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായ ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 415 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നാണ് ED പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഈ പണം എവിടെ നിന്ന് വന്നു, ആര് നൽകി, എന്തിനാണ് ഈ പണം നൽകിയത് തുടങ്ങിയ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ഈ പണം എങ്ങനെയൊക്കെയാണ് ഇവർ ചെലവഴിച്ചിരിക്കുന്നത് എന്നറിയേണ്ടതുണ്ട്. അതിനായി വിശദമായ ചോദ്യം ചെയ്യലിന് ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖിയെ വിധേയനാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ അൽ-ഫലാഹ് സർവകലാശാലയിൽ നിന്ന് 10 പേരെ ഇപ്പോൾ കാണാനില്ല. അവിടുത്തെ അധ്യാപകരും ജീവനക്കാരുമായ 10 പേരെ കാണാനില്ല. നേരത്തെ ഇവർ നമ്മുടെ ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന വനിതാ ഡോക്ടർ, അവർക്ക് ബന്ധമുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ അഡ്മിനായിരുന്നത് ജമ്മു കാശ്മീരിലെ മൗലവി ഇർഫാൻ ഹബീബാണ് ഇവരെ പാകിസ്ഥാനിലെ ലഷ്കർ-ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും അതുപോലെ ഈ ISKPയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഇടനില നിന്ന് പ്രവർത്തിച്ചത് ഇർഫാൻ ഹബീബാണ് എന്ന വിവരം നേരത്തെ തന്നെ NIA സ്ഥിരീകരിച്ചിരുന്നു. ആ ഇർഫാൻ ഹബീബ് അഡ്മിനായിരിക്കുന്ന വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. അത് മെഡിക്കോസ് ഖിലാഫത്ത് എന്നാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിന് അവർ പേര് നൽകിയിരുന്നത്. അതിൽ 312 ഡോക്ടർമാരാണ് അംഗങ്ങളായിരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 312 ഡോക്ടർമാർ, ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ജമ്മു കാശ്മീരിൽ നിന്നാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈറ്റ് കോളർ ടെററിസം, വൈറ്റ് കോളർ ജിഹാദ് എന്ന പേര് നമ്മൾ കേട്ടത്. എന്തായാലും അവരുമായി ബന്ധപ്പെട്ട് 15 ഡോക്ടർമാരെ കാണാനില്ല. ഈ 15 ഡോക്ടർമാരും മുങ്ങിയിരിക്കുകയാണ്. ഈ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നതാണ്. ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരിക്കുന്നു. അൽ-ഫലാഹ് സർവകലാശാലയിലെ 10ഓളം ജീവനക്കാരെ, അതായത് അധ്യാപകരും അനധ്യാപകരുമായ 10ഓളം ജീവനക്കാരെ കാണാനില്ല, അവർ മുങ്ങിയിരിക്കുകയാണ് എന്ന വിവരവും ഇപ്പോൾ NIA പുറത്തുവിടുന്നുണ്ട്. ഇവർക്കൊക്കെ എതിരെ ഈ ലുക്കൗട്ട് നോട്ടീസ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. ലുക്കൗട്ട് നോട്ടീസ് വരുന്നതോടുകൂടി ഇവരെ ലോകത്തെവിടെ വെച്ച് കിട്ടിയാലും അറസ്റ്റ് ചെയ്യാം. ഇന്ത്യക്ക് പുറത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് കടക്കാനാകില്ല. വിമാനത്താവളങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലോ കൂടി ഇന്ത്യയിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കില്ല. ഇവർക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് എത്രയും വേഗം പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും ഈ ഇന്ത്യൻ മുജാഹിദീൻ നേതാവ് മിർസ ഷദബ് ബെയ്ഗ് ഒരു കൊടും ഭീകരനാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ ആളിനെ 2008 മുതൽ നമ്മുടെ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒളിവിലിരുന്നു കൊണ്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുകയും ചെയ്യുന്ന ആളാണ് ബെയ്ഗ് എന്ന് ഇപ്പോൾ NIA വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ കാശ്മീർ ടൈംസിൻ്റെ ഓഫീസിൽ നിന്ന് AK-47 തോക്കടക്കമുള്ള സാധനങ്ങൾ പിടികൂടി എന്ന വാർത്ത കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ
നമ്മുടെ രാജ്യം ഒരു വലിയ അപകടസന്ധിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാകും. എന്തായാലും ഡൽഹി സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം കർശനമായ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. പക്ഷേ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. കാരണം മതഭ്രാന്ത് പിടിപെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ, ഡോക്ടർമാരും എഞ്ചിനീയർമാരും, ഇവർ ഏത് മതത്തിൽ ജനിച്ചു, ഏത് മതത്തിൽ ജീവിക്കുന്നു എന്നുള്ളതൊന്നുമല്ല വിഷയം. ഇവരെ ബാധിച്ചിരിക്കുന്നത് ഗുരുതരമായ രോഗമാണ്, മതഭ്രാന്താണ്. ആ രോഗത്തിന് അടിപ്പെട്ട് അവർ നിരപരാധികളായ സാധു മനുഷ്യരെ, അത് ഏത് മതത്തിലും ജാതിയിലും പെട്ടവരാകട്ടെ, ആ സാധു മനുഷ്യരെ കൊല്ലാനാണ്, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കി അവരുടെ ദൈവത്തിൻ്റെ, അവർ വിശ്വസിക്കുന്ന ദൈവികമായ ഒരു ഭരണം കൊണ്ടുവരാനാണ് ഈ ചെറുപ്പക്കാർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇത്രയും വിദ്യാഭ്യാസവും അറിവും നേടിയിട്ടും ഇവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടം തോന്നുന്നു. അതേസമയം ഈ ഞെട്ടിക്കുന്നതാണ് ഈ വിവരം. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ഈ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നല്ലോ. ഇവർ നേടിയ വിദ്യാഭ്യാസത്തിന് അപ്പോൾ എന്താണ് അർത്ഥം, അതിന് എന്താണ് കരുത്ത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം കൂടുതൽ വിവരങ്ങൾക്കായി.